ഒരുപാട് ഓപ്പനെ കുറിച്ചുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കാണാൻ പറ്റി. ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എല്ലാം കൂടെ ഭയങ്കര ഹാപ്പിയാണ്. സോ റാണിയ തന്നെ ചിഞ്ചു റാണി എന്ന ഒരു ക്യാരക്ടറിലൂടെ അത് തിളങ്ങി കഴിഞ്ഞു ഓൾറെഡി. എസ്പെഷ്യലി ഫസ്റ്റ് മൂവി തന്നെ ദിലീപ് എന്ന് പറയുന്ന ഒരു മെഗാ ആക്ടറിന്റെ കൂടെയാണ് അരങ്ങേറിയിരിക്കുന്നത് അല്ലെ. സോ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? എസ്പെഷ്യലി ആളൊരു ട്രഡീഷണൽ ക്ലാസിക്കൽ ഡാൻസർ ആണ്. സോ ഡാൻസ് കലാമണ്ഡലത്തിൽ പഠിച്ച ആളാണ് ചെറുപ്പം മുതൽ. സോ ഒരു ഡാൻസറിൽ നിന്നും ഒരു ആക്ട്രസ് എന്ന രീതിയിലേക്ക് ആ ഒരു സ്വിച്ചിങ് എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ ഒന്ന് നമുക്ക് അറിയണമെന്നുണ്ട് അല്ലെ, ഒന്ന് പറയാമോ? അല്ല, ഒന്നാമത് ദിലീപേട്ടന്റെ 150ാമത്തെ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. എന്റെ ആദ്യത്തെ ചിത്രം. ആൻഡ് ഫസ്റ്റ് ഐ ജസ്റ്റ് നോട്ടീസ് വൺ തിങ്, യു ആർ ഓൾസോ വെയറിംഗ് ദ സെയിം കോസ്റ്റ്യൂം ഐ യൂസ്ഡ് ഇൻ ചിഞ്ചു റാണിക്ക് വേണ്ടിയിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി സെയിം കോസ്റ്റ്യൂം. സോ അപ്പം 150ാമത്തെ ചിത്രം നമ്മൾ അത് ആദ്യത്തെ അഭിനയിച്ച് എന്റെ ഫസ്റ്റ് പടമായിട്ട് വരുമ്പോൾ ഇറ്റ് ഇസ് എ വെരി വെരി ബിഗ് ബ്ലെസ്സിംഗ് ഫോർ മീ. സോ അത് 50 ദിവസത്തിൽ കൂടെ ഇപ്പൊ ക്ലോസ് ടു 80 ഡേയ്സ് ക്രോസ് ചെയ്തു. ഐ തിങ്ക് റീസെന്റ് മലയാളം പടത്തില് ഒരു പടം തിയേറ്ററിൽ ഒരു 80 ദിവസം ഒന്നും അടുപ്പിച്ചോടി പടമില്ല. സോ ഐ എം സോ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് പ്രിൻസ് ആൻഡ് ഫാമിലി. സോ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ പറ്റിയതും വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കണക്കാക്കണം. ഇത് ആസ് എൻ ആക്ട്രസ് ഇത് ഫസ്റ്റ് ഇനോഗ്രേഷൻ ആണ് നിക്ഷാന്റെ കൂടെ? യെസ്, ആഫ്റ്റർ ദ മുമ്പ് ചെയ്തിട്ടുണ്ട്. പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ ആം എ ക്ലാസിക്കൽ ഭരതനാട്യം ഡാൻസർ. So after release, this is the first, അപ്പം നിക്ഷാന്റെ കൂടെയും ഓപ്പോയുടെ കൂടെയും അതിഗംഭീരമായ ഒരു ഇനോഗ്രേഷൻ, ഒരു എന്താ പറയാ സ്റ്റാർട്ട് തന്നെ ആയല്ലേ ആസ് എൻ ആക്ട്രസ്. അവരെയും ഒരുപാട് വേദികളിൽ ചേരട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഇഷ്ട വ്യക്തിത്വങ്ങളൊക്കെ നമ്മുടെ കൂടെ സ്റ്റേജിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യം തന്നെ നിക്ഷാന്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറായ MNV മൊയ്തു സാറിന് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സോ മൊയ്തു പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു മുഹറം. ഈ ഒരു സമയത്ത് നല്ല സന്തോഷിക്കുന്ന സമൃദ്ധിയുടെ നല്ലൊരു നാളുണ്ടാവട്ടെ. ഒപ്പം നമുക്കും ഒപ്പോയ്ക്കും നിക്ഷാനും നല്ലൊരു കാലം മുന്നോട്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി സാർ. അടുത്തതായിട്ട് ഒപ്പോയുടെ കണ്ണൂർ സോണൽ മാനേജറായ ബെൻരാജ് സാറിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. വളരെ സന്തോഷമുണ്ട്. ഇരിക്കുന്ന എല്ലാവരെയും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. അപ്പം ഇവിടെ ഈ വെറുതെ പറഞ്ഞ പോലെ എല്ലാം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു മോഡൽ ഒരു വലിയ സക്സസ് ആയിക്കോട്ടെ. അതുപോലെ റാണിയാണെങ്കിൽ ഇനിയുള്ള ഒരുപാട് ഫിലിംസ് കിട്ടിക്കോട്ടെ, വളരെ പേരെയും എത്തിക്കോട്ടെ. ഈ മോഡലും അതുപോലെ നിക്ഷാനും നല്ല സന്തോഷവും കാര്യങ്ങളും. വളരെയധികം നന്ദി സാർ. അടുത്തതായിട്ട് കണ്ണൂരിന്റെ റീജിയണൽ മാനേജർ ജോബിൻ സാറിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സാർ ഓവർ ചെയ്യും. റെനോ 14 സീരീസിന്റെ ഒരു ടാഗ് ലൈൻ തന്നെ ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഇറ്റ്സ് എ ഹിറ്റ് എന്നാണ്. ഈ പ്രോഗ്രാം ഒരു ഹിറ്റാണ്. ഞങ്ങൾക്ക് നല്ലൊരു സെലിബ്രിറ്റിനെ തന്നെ ഈ ഒരു റെനോ, ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരിയുടെ പേരിന്റെ സ്റ്റാർട്ട് 6-ലാണ്, ഞങ്ങളുടെ ഫോണിന്റെ പേര് 6-ലാണ്. അപ്പം ഇതിനകത്തെല്ലാം പിന്നെ പുള്ളിക്കാരി അഭിനയിച്ച ഫസ്റ്റ് സിനിമയുടെ ഒരു ചിഞ്ചു റാണി എന്നുള്ളത് എല്ലാം ഒരു 6-ലാണ്. അപ്പോൾ ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് ആയിട്ട് ഞങ്ങളുടെ ടാഗ് ലൈൻ ഇനി ഭയങ്കരമായിട്ട് സ്യൂട്ടബിൾ ആണ്. ഇറ്റ്സ് എ ഹിറ്റ്. സോ ഇന്ന് ആ ഒരു ഹിറ്റിന്റെ തുടക്കമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോൺ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒരുപാട് ഡെമോ ഫോണുകൾ നമ്മുടെ ഷോറൂമിലുണ്ട്. നിങ്ങളെല്ലാവരും ഷോറൂമിലേക്ക് വരണം, ആ ഫോണൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, എല്ലാവരും ഫോൺ വാങ്ങണം. ഓക്കെ, റാണിയ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സാർ. അടുത്തതായിട്ട് മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിംഗ് ഹെഡായ വെങ്കടേഷൻ സാറിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. So good evening everyone. So